മഹാനായ ഖാദി ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ കാലത്തൊരു മനുഷ്യൻ മരണപ്പെട്ടു. മഹാഫോടായ മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിച്ച സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും സംസ്കരിക്കാനും ഒരാളും മുന്നോട്ട് വന്നില്ല. അത്രയ്ക്കും ദുഷ്ടനായ മനുഷ്യൻ, ജീവിതത്തിൽ ഒരു ഗുണം ചെയ്യാത്ത മനുഷ്യൻ, സർവാളുകൾക്കും ശല്യക്കാരനായി തീർന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ മയ്യത്തിലേക്ക് അടുക്കാതിരുന്നപ്പോൾ മഹാനായ ഖാദി ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഫൗഹാ ഇലാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് വഴിയറിയിച്ചു, നിങ്ങളാ ഇന്നാലിന്ന സ്ഥലത്തൊരു മയ്യത്തുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ സർവ്വ ആളുകളും അദ്ദേഹത്തിന് അകന്നു പോയിട്ടുണ്ട്. അയാളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുക, അയാളെ മയ്യത്ത് സംസ്കരിക്കുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തനിക്ക് സന്ദേശം കിട്ടിയ ഭാഗത്ത് ചെല്ലുന്നു. ആളുകൾ മുഴുവനും അകന്നു പോയിട്ടുണ്ട്, ഒരു മനുഷ്യനില്ല. ആ ചെതലും പുഴുക്കളും അരിച്ച് ആ മയ്യത്ത് കിടക്കുമ്പോൾ മഹാനായ മൂസാ നബി അന്വേഷിക്കുന്നു, ഇല്ല, ഇവനത്രയും ദുഷ്ടനാണ്, ജീവിതത്തിൽ ഒരു നന്മ ചെയ്തതായിട്ട് ആർക്കും അറിയില്ല, സർവ്വ ആളുകൾക്കും ശല്യക്കാരനാണ്. ഇവനോടുള്ള വെറുപ്പ് കൊണ്ട് ആളുകളൊക്കെ അകന്നു പോയതാ. സാക്ഷാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിതൃവ്യരാകുന്ന അബൂലഹബ് മാരകരോഗം പിടിച്ച് മരണപ്പെട്ട സമയത്ത് അങ്ങനെയാണ് സംഭവിച്ചത്. ആരുമില്ലാത്ത മലമുകളിൽ കൊണ്ടുപോയി തള്ളിയതാണ്. മറവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മുത്തുനബിനെ വിമർശിച്ചതാ. അല്ലോ, അബൂജഹലിനെ പോലെ മുത്തുനബിയെ ദ്രോഹിച്ചിട്ടില്ല. അതേ വേറെ പലരെ പോലെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ ഹബീബായ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് തബ്ബൻ ലക് ആക്ഷേപിച്ച് സംസാരിച്ച ഒറ്റ കാരണം കൊണ്ട് ഈ ഭൂമി അബൂലഹബിനെ ഏറ്റെടുത്തില്ല. ആ രൂപത്തിൽ ഒരാളും ഇദ്ദേഹത്തെ അംഗീകരിക്കാതെ, അദ്ദേഹത്തിന്റെ അരികിൽ വരാതെ, അദ്ദേഹത്തിന്റെ ജഡം ജീർണിച്ചപ്പോഴാ മൂസാ നബി അലൈഹിസ്സലാം തങ്ങള് വരുന്നത്. മൂസാ നബി ചോദിച്ചു, ഐ റബ്ബ്, റബ്ബേ, ഇത്രയും ദുഷ്ടനും നിസ്സാരനും തമ്മാടിയുമായ ആളെ എന്നോട് സംസ്കരിക്കാൻ പറഞ്ഞതെന്തിനാണ്? ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആഖിർ സമാനിലെ മക്കളെ, ഹബീബായ തങ്ങളെ പറ്റി അറിയുമോ? അല്ലാഹു പറയുന്നു, മൂസാ നബിയേ, ഈ മനുഷ്യൻ ഒരിക്കൽ തൗറാത്ത് കണ്ടപ്പോഴ്, ആ തൗറാത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴ്, ആ തൗറാത്തൊന്ന് മറിച്ചു നോക്കിയപ്പോഴ് ആഖിർ സമാനിൽ വരാൻ പോകുന്ന എന്റെ ഹബീബായ മുത്തുനബിന്റെ പേര് കണ്ടതാ. ആ മുത്തുനബിന്റെ പേര് കണ്ട സമയത്ത് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാര് മുഴുവനും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട പ്രവാചകരാണെന്ന നിലക്ക് ഒരു സ്വലാത്ത് പറഞ്ഞതാ. അതുകൊണ്ട് വഖദ് ഗഫർതു ലഹു, ഞാൻ മുഴുവനും പൊറുത്തു കൊടുത്തു. ഒരൊറ്റ സലാത്ത് പറഞ്ഞതിന്റെ പേരില് പൂർവകാല സമുദായത്തിൽപ്പെട്ടൊരു മനുഷ്യൻ, മുത്തുനബിയെ കുറിച്ച് തിരിച്ചറിവുള്ള മനുഷ്യൻ, ഹബീബായ തങ്ങളെ മേലൊരു സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് ഞാൻ അവന് പൊറുത്തു കൊടുത്തു. ചരിത്രമറിയുമോ? ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാണ് കൂടുതൽ പഠിക്കുന്നത്, കൂടുതൽ പറയുന്നത്, കൂടുതൽ അറിയുന്നത്, കൂടുതൽ തങ്ങളുമായിട്ട് ഇടപഴകുന്നത്, അവനാണ് ഏറ്റവും വലിയ മുഅ്മിൻ, അവനാണ് ഏറ്റവും വലിയ മുസ്ലിം. പൂർവകാല പ്രവാചക